കരുനാഗപ്പള്ളിക്കാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നു. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നവരുടെ ദുരിതയാത്രയ്ക്ക് ഒരു പരിഹാരമാകുന്നു. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് 2 റെയിൽവേ ക്രോസ് കടന്നു വേണം ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ. ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ലെവൽ ക്രോസിലെ നമ്മുടെ കാത്തിരിപ്പ് നീളുന്നു. എല്ലാവരും കാത്തിരുന്ന മാളിയേക്കൽ റെയിൽവേ ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. ആ വിശേഷങ്ങളിലേക്ക് പോകാം. മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് മറ്റന്നാൾ 13-ാം തീയതി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓൺലൈനായി ചെയ്യും. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണിയും ഇവിടെ എത്തി പാലം നാട്ടുകാർക്ക് തുറന്നു കൊടുക്കും. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട ആളുകളുടെ ഒരു നല്ല സഹകരണം ഉണ്ടാവും. നേരത്തെ ഒരു ഉദ്ഘാടനം 2-ാം തീയതി തീരുമാനിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ടെത്താമെന്നാണ് അറിയിച്ചത്. പക്ഷേ വയനാട് ദുരന്തവും അതുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് എത്രയും പെട്ടെന്ന്, കാരണം ഈ 2 റെയിൽവേ ക്രോസിലും ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിന്ന് യാത്ര ചെയ്യേണ്ടുന്ന അവസ്ഥ വന്ന സാഹചര്യത്തിലാണ് ഇത് പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത്. നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഇതെല്ലാവരും ഒരു അറിയിപ്പായി തന്നെ കണ്ടു ഒക്കുന്ന ഒരു മുന്നൊരുക്കം കാര്യങ്ങളും ഒക്കെ സംഘാടക സമിതിയിൽ നിന്ന് പഞ്ചായത്തുമായി ചേർന്ന് ചെയ്യും. കേരളത്തിലാദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പസിറ്റ് രീതിയിൽ പൂർത്തീകരിച്ച പാലമാണ് ഇത്. 546 മീറ്റർ നീളത്തിലും 10.2 മീറ്റർ വീതിയിലുമാണ് മാളിയേക്കൽ റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2021 ജനുവരി 21 അന്നത്തെ കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിലെ 10 മേൽപ്പാലങ്ങൾ അനുവദിച്ചതിൽ ആദ്യം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടക്കുന്നത് മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലമാണ്. അന്തരിച്ച മുൻ MLA മുൻകൈയെടുത്താണ് റെയിൽവേ മേൽപ്പാലം അനുവദിച്ചത്. തുടർന്ന് വന്ന MLA CR മഹേഷിന്റെ ഇടപെടലുകളാണ് പണികൾ വേഗത്തിലാക്കിയത്. ടാറിംഗ് ജോലികളും പെയിന്റിംഗ് ജോലികളും പൂർത്തീകരിച്ചത് ദിവസങ്ങളായി. പാലത്തിന്റെ ഒരു വശത്തു കൂടിയുള്ള കാൽനടക്കാർക്ക് വേണ്ടിയുള്ള നടപ്പാതയും തറയോടുപാകി മനോഹരമാക്കിയിരുന്നു. റെയിൽവേ ലൈനിന് മുകളിൽ കാണുന്ന ഈ ഗഡറുകൾ സ്ഥാപിച്ചത് അർദ്ധരാത്രിയിൽ ഒരു ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു. ഇത് കാണുവാൻ 100 കണക്കിന് പേരാണ് അർദ്ധരാത്രി മുതൽ നേരം പുലരുവോളം ഇവിടെ വന്നു പോയത്. പാലത്തിന് മുകൾ ഭാഗം മാത്രമല്ല, താഴ്വശവും തറയോടുപാകി മനോഹരമാക്കിയിട്ടുണ്ട്. പാലത്തിന് മുകളിൽ കാണുന്ന മുഴുവൻ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നത് സോളാർ സിസ്റ്റത്തിലാണെന്ന പ്രത്യേകതയും ഉണ്ട്. ഒരു യാത്രയുടെ പകുതി ദൂരം നമ്മൾ വളരെ വേഗത്തിൽ പിന്നിടുന്നു. അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ചിഞ്ചു റാണി, കരുനാഗപ്പള്ളി MLA CR മഹേഷ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും. അപ്പോൾ ഈ പരിസര പ്രദേശത്തും ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഒട്ടേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അപ്പോൾ മാളിയേക്കൽ റെയിൽവേ പാലം വഴിയുള്ള യാത്രകൾ മനോഹരമാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മറന്നു പോകാത്ത ഒരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കരുനാഗപ്പള്ളിയുടെ മുൻ MLA ശ്രീ R രാമചന്ദ്രൻ. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. യശസ്വരനായ ശ്രീ R രാമചന്ദ്രനും ഈ അവസരത്തിൽ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.